നമസ്കാരം. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇനി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഇവിടെയുള്ള കേസുകൾ, അതായത് ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ CPM-കാർ ഒഴികെയുള്ള മറ്റാരെങ്കിലും പ്രതിസ്ഥാനത്ത് വന്നാൽ ഉറപ്പായും അറസ്റ്റ് ഉണ്ടാകും. നിയമ നടപടി അതിന്റെ മുറയ്ക്ക് കൃത്യമായി നടക്കും. അത് എത്ര ഉന്നതരായാലും. CPM-ന്റെ നേതാക്കളോ അല്ലെങ്കിൽ അവരുടെ അണികളോ ആണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിയമവും പോലീസും ഒക്കെ ഒന്ന് മാറി നിൽക്കും. ബാക്കിയുള്ള ആര് തന്നെ ആയിരുന്നാലും അവരെ അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും ഒരു സംശയമില്ല. അക്കാര്യത്തിൽ നിയമ നടപടികൾ നടക്കുമെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന PV അൻവറിന്റെ അറസ്റ്റും ഇന്ന് നടന്ന ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും. നോക്കൂ, ബോബി ചെമ്മണ്ണൂരിന്റെ ഈ സമാനമായ അവസ്ഥ ഇത് ആദ്യമായിട്ടൊന്നും അല്ല. ഇപ്പോൾ ഇതിനു മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചെന്നുള്ളത്. എത്ര ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് കൃത്യമായി നടപടിയെടുക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ മുഖം നോക്കാതെ അറസ്റ്റ് നടപടികളായി മുന്നോട്ട് പോകുന്നു പിണറായി സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ, ആഭ്യന്തരമന്ത്രി തന്നെ വളരെ കൃത്യമായി നടപടിയെടുക്കാൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിന്റെ കേസിലും അത് തന്നെ നോട്ടീസ് അയച്ചു വരുത്തും എന്ന രീതിയിൽ ഒരു ധ്വനി പരത്തിയതിനു ശേഷം കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂരിനോട് യാതൊരു ദയവും കാണിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തിന് അതിന്റെ പരിഗണന കൊടുത്താൽ മതി. അത് ബോബി ചെമ്മണ്ണൂരാണ് എന്നൊരു പരിഗണന കൊടുക്കേണ്ടതില്ല എന്ന് കൃത്യമായ നിർദ്ദേശം പിണറായി വിജയൻ പോലീസിന് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുവരെ ഈ സമൂഹത്തിൽ കേരള പോലീസും ഈ പിണറായി സർക്കാരും കൃത്യമായി കുറ്റം ചെയ്യുന്നവരെ നിയമ നടപടി എടുക്കുന്നുവെന്നും അവരെ ജയിലിൽ അടയ്ക്കുന്നുവെന്നും കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പരിശ്രമിക്കും, അവരത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കും എന്നതിന്റെ തെളിവാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ്. ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യമുണ്ട്. ആര് തന്നെ ആയിരുന്നാലും ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് അലക്കാൻ നിൽക്കണ്ട. കാര്യം സോഷ്യൽ മീഡിയയിലോ മറ്റെവിടെയെങ്കിലും അനാവശ്യമായി വേണ്ടാത്ത വിധത്തിൽ എന്തെങ്കിലും ചെയ്താൽ ഉറപ്പായും അവരെ പിടിച്ചകത്തിടും, അറസ്റ്റ് ചെയ്യും. അത് ആര് തന്നെ ആയിരുന്നാലും. ഒരു ഉദാഹരണം കൂടി തരാം. KSRTC ബസ്സിൽ ഓടിക്കയറിയതിന്, അതായത് വണ്ടി നിർത്തി ആളിറക്കി ആളെ കയറ്റിയ ശേഷം വണ്ടി മുന്നോട്ടെടുത്ത സമയത്ത് ആ ബസ്സിൽ ഓടിക്കയറിയ ഒരു SI, അദ്ദേഹം തൃശ്ശൂർ പോലീസ് അക്കാദമിയിലെ SI ആണ്. ആ SIയോട് കണ്ടക്ടർ ഇങ്ങനെ അപകടകരമായ വിധത്തിൽ കയറിയത് എന്തിന് എന്ന് ചോദ്യം ചെയ്തു. കാരണം ഇപ്പോൾ അപകട മരണം കൂടി വരുന്നു, ആക്സിഡന്റുകൾ കൂടി വരുന്നു, അതിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഈ കണ്ടക്ടർ, KSRTC കണ്ടക്ടർ അദ്ദേഹത്തെ താക്കീത് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു പോലീസുകാരനാണല്ലോ. ആ പോലീസുകാരൻ പോലീസിന്റെ മുറയെടുത്തു, കണ്ടക്ടറെ എടുത്ത് നന്നായിട്ട് പെരുമാറി. ഇവിടെ പോലീസ് ചുമത്തുന്ന ഒരു കേസുണ്ട്. അതായത് സാധാരണക്കാരായി ഞാനും നിങ്ങളും ആരും, അതിന് PV അൻവർ ആയാലും ആരായാലും അവർക്കൊക്കെ ആ വകുപ്പുകൾ വന്നിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഒരു വകുപ്പാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, അതുപോലെ മറ്റു പല കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസെടുക്കും. അത് പോലീസുകാരുടെ പണി. ഇവിടെ അതേ കേസുകൾ, അതേ വകുപ്പുകൾ തന്നെ 130 അടക്കം വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ SIക്കെതിരെ കേസെടുത്തു. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മർദ്ദിച്ചതിനും ഒക്കെ കേസെടുത്തു എന്ന് മാത്രമല്ല അറസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോലീസുകാർ മാത്രമല്ല, അത് എക്സൈസുകാർ മാത്രമല്ല, ഇനി പ്രതിപക്ഷ നേതാക്കൾ മാത്രമല്ല, മറ്റ് ബിസിനസ് രംഗത്തുള്ളവർ മാത്രമല്ല, CPM അണികളോ CPM നേതാക്കളോ അല്ലാത്ത കേരളത്തിലെ ഏതൊരു വ്യക്തിയും ഏതൊരു കേസിൽ പെട്ടാലും ഏതൊരു പരാതി ലഭിച്ചാലും ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവും. അവരകത്തു പോകും. അവർക്കെതിരെ ബാക്കിയുള്ള നിയമ നടപടികളുമായി ഈ പോലീസ് സേന മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതായത് സൂക്ഷിച്ച് കണ്ടും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെങ്കിലും അവനവന്റെ തടി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവനവനുണ്ട്. കാരണം നന്നാവാൻ, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് നന്നാകാനുള്ള ഒരു അവസരമാണ് പിണറായി സർക്കാർ കൊടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ നന്നായിക്കോ. കാര്യം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേരളം ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ, വേണ്ടവരെ ഒതുക്കേണ്ടവരെ ഒതുക്കാനും മറ്റ് കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെ അങ്ങനെയും ഒതുക്കാനും, സമൂഹത്തിൽ ഒരു നല്ല പേര്, പോലീസിംഗിലെ ഒരു നല്ല പേര്, ചീത്തപ്പേരാണല്ലോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അത്തരത്തിൽ നല്ല പേര് കുറെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനും, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് തങ്ങളുടെ സഖാക്കളെയും നേതാക്കന്മാരെയും അണികളെയും ഒക്കെ രക്ഷപ്പെടുത്തിയ കേസുകളൊക്കെ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള കേസൊക്കെ, ഇപ്പൊ നോക്കൂ, ഹണി റോസ് കൊടുത്ത കേസിൽ വളരെ പെട്ടെന്നാണ് നടപടി ഉണ്ടായത്, അറസ്റ്റ് ഉണ്ടായത്. ബോബി ചെമ്മണ്ണൂരാണ്. ബോബി ചെമ്മണ്ണൂർ നോക്കിയിട്ടൊന്നുമില്ല, അങ്ങോട്ട് അറസ്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ മറ്റു വേണ്ടാത്ത കമന്റുകൾ എഴുതിയതിന്റെ പേരിൽ ഒരു അറസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ നടന്നിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള
അറസ്റ്റും കാര്യങ്ങളും കൃത്യമായി നടക്കുന്നു, നിയമ നടപടികൾ വേഗത്തിലാകുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സർക്കാർ മുഖം മിനുക്കുന്നു, പോലീസ് സേനയിലെ മുഖം മിനുക്കുന്നു. അതേസമയം തന്നെ സഖാക്കളെയും അതുപോലെ മറ്റ് നേതാക്കളെയും ഒക്കെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. VD സതീശനടക്കമുള്ള മുഴുവൻ ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി VD സതീശനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർ അറസ്റ്റ് ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട. അതിനുള്ള സൂചന ഇതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ചെയ്യുന്ന ആ സമയം മുതൽ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ അതേ രീതിയിൽ തന്നെയാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തത്. PV അൻവർ ആ സമയം വരെ അറസ്റ്റിന് ഒരു 1/4-3/4 മണിക്കൂർ മുമ്പ് വരെ നിലമ്പൂരുള്ളതാ ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് അദ്ദേഹം വീട്ടിലെത്തുന്നത് കാത്തു നിൽക്കുകയായിരുന്നു വീട് വളയാൻ. 120 പോലീസുകാരാണ് വീട് വളഞ്ഞത്. വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത്, എന്നിട്ട് MLA ആണ് എന്ന യാതൊരു ദാക്ഷിണ്യവും കൊടുക്കാതെ ആ സാധാരണക്കാരൻ എങ്ങനെയാണോ ജയിലിൽ പോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് ജയിലിലേക്ക് പോയതും അവിടെ കിടന്നതും കിട്ടിയ ഭക്ഷണവും എല്ലാം അത് തന്നെ. ഒരു പരിഗണനയും അവിടെ കൊടുത്തില്ല. ഒരു സാധാരണഗതിയിൽ ഒരു CPMന്റെ MLA ആണ് ജയിലിലേക്ക് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത്? വേണ്ട, MLA പോണ്ട, ഒരു സഖാബ് കൊടിസുന്നിയൊക്കെ ജയിലിൽ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് നമുക്കറിയാലോ. അയാൾ കിട്ടുന്ന പരോളിന്റെ കഥയൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു വിഭാഗം അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആപ്പീസ് പൂട്ടാൻ പോകുന്ന നടപടികളാണ് ഇനി വരാൻ പോകുന്നത് എന്നതിന്റെ സൂചനയാണ് ഇപ്പൊ കിട്ടിയത്. അതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാണ്ട്, അത്ര പെട്ടെന്നൊന്നും ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന് ഇതിന് ഊരിയെടുക്കാൻ പറ്റില്ല, ഊരി വരാൻ പറ്റില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോബി ചെമ്മണ്ണൂർ ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഏതൊരു കുറ്റകൃത്യം നടന്നാലും ഏതൊരു കേസ് വന്നാലും അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ CPM നേതാക്കളോ അല്ലെങ്കിൽ അണികളോ അല്ല എന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കേണ്ട, നിയമ നടപടി വരുമെന്ന് മാത്രമല്ല അകത്തിട്ട് പൂട്ടുകയും ചെയ്യും എന്ന് കൃത്യമായി ആ നിർദ്ദേശമാണ് തരുന്നത്. ഒരർത്ഥത്തിൽ ഇതൊരു നല്ലൊരു ഉദ്ദേശമാണ്. CPMന്റെയും അതുപോലെ മറ്റു നേതാക്കളെയും ഒക്കെ രക്ഷിക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ കുറച്ച് അരക്ഷിതാവസ്ഥ ഉണ്ട്. ഇപ്പോൾ പോലീസിന്റെ മേലെ എന്ത് കയറാമെന്നും പോലീസിന് ആരെ മേലെ തോളിൽ കയറാമെന്നും 2 ചിന്തയുമുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, എരുമേലിയിൽ ഒരു പോലീസുകാരൻ ഷിജോ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ മണ്ടയിൽ കുതിര കയറിയത്. ആ പോലീസുകാരൻ വിവരം അറിയാൻ പോവുകയാണ്, അത് വേറൊരു വിഷയം. അപ്പൊ ഇവിടെ പോലീസുകാർ തന്നെ പണി വാങ്ങിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ പോലീസുകാർ മറ്റുള്ളവർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2 കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ പോലീസുകാരൻ നന്നാവും, സ്വാഭാവികമായി ഇപ്പുറത്ത് ജനങ്ങളും നന്നാവും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത നാടകം കൂടിയാണ് ഈ നടപടികൾ എന്ന് കരുതാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ നിർബന്ധപൂർവ്വം നിങ്ങൾ നോക്കണം. വെറുതെ ആവശ്യമില്ലാതെ കേസുകൾ ചെന്ന് പെടാൻ നിൽക്കരുത്. അത് കള്ളക്കേസായാലും ചെന്ന് തലവെച്ചു കൊടുക്കാൻ നിൽക്കരുത്. കേസ് വന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യും, ജയിലിൽ അടയ്ക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആണെങ്കിൽ, കുറച്ച് പ്രശസ്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ പ്രമുഖരാരെങ്കിലുമാണ് എന്നുണ്ടെങ്കിൽ അവരെ ഉറപ്പായും അറസ്റ്റ് ചെയ്തിരിക്കും. കാരണം മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു സർക്കാരാണ്. നിയമ നടപടികൾ എടുക്കുമ്പോൾ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ രാഷ്ട്രീയ പ്രമുഖരെന്നോ ആരെന്നോ നോക്കാറില്ല. ആര് തന്നെ ആയാലും അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആര് തന്നെ ആയാലും അവർ പൊക്കി അകത്തിടുകയും ചെയ്യും എന്ന് കൃത്യമായി എടുത്തു കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തെളിവുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ ആവശ്യമാണ്. അതിലേക്ക് അറിഞ്ഞുകൊണ്ട് തലവെച്ചു കൊടുക്കാതിരുന്നാൽ ഓരോരുത്തർക്കും നല്ലത്. Different angles. Don't forget to subscribe and support this channel.